എന്തായാലും ഇങ്ങനൊരു കാഴ്ച കണ്ടതിൽ സന്തോഷം. കണ്ണമ്പ്രയിലെ ഈ ഇലക്ട്രിക് ചാർജിംഗ് വെഹിക്കിൾ പോയിൻ്റ് ഉപയോഗിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. നിങ്ങളെ കുറച്ച് ദൂരത്തു നിന്നാണെങ്കിലും ഇവിടെ വന്ന് ഉപയോഗിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഉപയോഗം? ഇത് KCBയുടെ ഇലക്ട്രിക് ചാർജിങ് പോയിൻ്റാണ്. ഇതിൽ നമുക്ക് 2 വീലറും 3 വീലറും അതേമാതിരി എല്ലാ വണ്ടിയും ഉപയോഗിക്കാം. 4 വീലർ എല്ലാം ഇതിൽ ചാർജ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി അനുസരിച്ചിട്ട് ടൈമിങ് വ്യത്യാസം വരുന്നേ ഉള്ളൂ. ഈ പറയുന്ന 2 വീലർ ഓലയുടെ ഉണ്ട്. അതേമാതിരി ഇപ്പം ടാക്സി ഓടുന്ന 3 വീലർ അതെല്ലാം ഇതിൻ്റെ അകത്ത് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് 2 ആപ്ലിക്കേഷനുണ്ട്. ഒന്ന് KCBയുടെ കീ മാപ്പ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ, അതേപോലെ തന്നെ ചാർജ് MOD. ഈ 2 ആപ്ലിക്കേഷനും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇതിൽ ഞാനിപ്പോൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന KCBയുടെ ആപ്ലിക്കേഷനാണ് കീ മാപ്പ് എന്ന് പറയുന്നത്. അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ നമ്മുടെ വണ്ടിയുടെ കാര്യം വിവരങ്ങളെല്ലാം അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയൊക്കെ ഇപ്പോൾ കേരളത്തിൽ എവിടെയൊക്കെ ഈ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടോ അതെല്ലാം നമുക്ക് അതിന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതാണിപ്പോൾ ഞാനിപ്പോൾ വരുന്നത് തൊടുപുഴയെന്നാണ് വരുന്നത്. തൊടുപുഴയിൽ നിന്ന് വരുമ്പോഴത്തേക്കും എൻ്റെ വണ്ടി ഏതാണ്ട് 200 കിലോമീറ്ററോളം കിട്ടും. പക്ഷേ ഈ 20% താഴെ ചാർജ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ചൊരു 10-15% ഇവിടുന്ന് കയറ്റിയിട്ടാണ് സാധാരണ ഞാൻ ഒറ്റപ്പാലത്തിന് പോകുന്നത്. അപ്പോൾ ഇത് അറിയില്ലാത്ത ആളുകൾക്ക് ഇത് വളരെ വളരെ പ്രയോജനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അധികം ആളുകൾക്കും പുതിയ ഇലക്ട്രിക് വണ്ടി എടുക്കുന്ന ആളുകൾക്ക് അറിയില്ല ഇത് എവിടെ ചാർജിങ് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. വലിയ വണ്ടികൾക്ക് ഇലക്ട്രിക് തനിയെ ചാർജിങ് സ്റ്റേഷനുണ്ട്. പക്ഷേ ഇതുപോലുള്ള ചെറിയ വണ്ടികൾക്കൊക്കെ നാം ഇതെല്ലാം പ്രയോജനപ്പെടുത്താൻ പറ്റുന്നതാണ്. KCBയുടെ ഒരു നല്ല പരിപാടിയാണ്. ഈ കണ്ണമ്പ്ര പ്രദേശത്ത് പൊതുവെ ഇതിൽ ചാർജ് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. ഇവിടെയുണ്ട്. ഇപ്പം ഞാൻ അടുത്ത് കണ്ട്. പിന്നെ വടക്കേത്തറ പഴയന്നൂരടുത്ത് വടക്കേത്തറ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. ഒറ്റപ്പാലത്തുണ്ട്, പാലപ്പുറത്തുണ്ട്, പിന്നെ ഇവിടെ നമ്മൾ വാണിയമ്പാറയുണ്ട്. അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. ഏതാണ്ട് എനിക്ക് തോന്നുന്നുണ്ട് 10 കിലോമീറ്ററിനുള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ചാർജിങ് സ്റ്റേഷൻ ഉണ്ടാവും. വഴി കണ്ടുവരില്ല. അതല്ലേ, നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഈ ഇലക്ട്രിക്കിലേക്ക് മാറുന്ന ഒരു കാലഘട്ടമാണല്ലോ. എങ്ങനെയാണ് നമ്മുടെ ഒരു പെട്രോൾ വെഹിക്കിളിൽ നിന്ന് ഇലക്ട്രിക് വെഹിക്കിലേക്ക് മാറുമ്പോൾ? അതായത് ഞാൻ ഓൾറെഡി ഒരു വാഗണർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാനൊരു ഡയറക്ട് മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറെക്കുറെ ഒരു 25,000-30,000 രൂപ എനിക്ക് പെട്രോളിനും ഗ്യാസിനും പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ആ ചാർജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇലക്ട്രിക്കിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ EMI അടയ്ക്കാൻ അതിൻ്റെ 3-1 പോലും കൂടെ വേണ്ടി വരുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ഒരു 1 സബോൺ ചാർജിനൊരു 200 കിലോമീറ്റർ കൂടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വർക്കിംഗ് കോസ്റ്റ് എത്ര വരുന്നുണ്ട് അപ്രോക്സിമേറ്റ്? ഒരു കിലോമീറ്റർ, അതായത് 1 കിലോമീറ്ററിന് 1 രൂപ താഴെ വരുന്നുള്ളൂ ഈ വണ്ടിക്ക്. 1 രൂപ താഴെ. അതായത് പെട്രോൾ വണ്ടി ഓടിക്കുന്നതിൻ്റെ 10-1 ചാർജ് ഇതിന് വരുന്നുള്ളൂ ഈ വണ്ടി. അപ്പോൾ ഈ KCBയുടെ യൂണിറ്റ് കണക്കിലാണല്ലോ ഇപ്പോൾ ഇതിൻ്റെ ചാർജ് ചെയ്യുന്നത്. അതെ, ഒരു യൂണിറ്റിന് ഇപ്പോൾ ഈ വണ്ടിക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 11 രൂപയാണ് അവർ ഈടാക്കുന്നത് KCB. നമ്മൾ വീട്ടിലാണെങ്കിൽ അതിൽ കുറച്ചുകൂടെ കുറയും. ഡൊമസ്റ്റിക് ഇതാണല്ലോ, അത് കുറച്ചുകൂടെ കുറയും. എന്നാലും ഇത് കുറച്ചുകൂടി എല്ലാവർക്കും കംഫർട്ടബിൾ ആണ്. തീർച്ചയായിട്ടും. അല്ല, വഴിയിൽ ഇപ്പോൾ പെട്രോൾ അടിക്കുന്നതിന് വരെ നമുക്ക് നിർത്തി ചെയ്യാവുന്ന സമയമുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. ഇതിനകത്ത് ഇപ്പോൾ സ്ലോ ചാർജർ, സ്പീഡ് ചാർജർ അങ്ങനെ 2-3 വിഭാഗം ഉണ്ട്. ഇല്ല, ഇതിൻ്റെ അകത്ത് സ്ലോ ചാർജിങ് മാത്രമേ ഉള്ളൂ അവൈലബിൾ. സ്പീഡ് ചാർജിങ് ഇല്ല, ആയിട്ടില്ല. ഇപ്പോൾ നമുക്ക് ടാറ്റയുടെ ടിയോഗോ, നെക്സൺ വരെ ഞാൻ ഇതിൽ ചാർജ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. വലിയ വണ്ടികൾ വരെ. പക്ഷെ അതിനും ഇത് ഫാസ്റ്റ് ചാർജ് ഇല്ല. എന്താണേലും KCBയുടെ ഈ സംവിധാനം എല്ലാവർക്കും ഉപകാരപ്രദമാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇതേ മേഖലയിൽ കുറേ പ്രൈവറ്റ് കമ്പനികളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇവർ KCB തന്നെ മുൻകൈ എടുത്തതുകൊണ്ട് അല്ലേ. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരുവാണെങ്കിൽ ഗ്രീനി എന്ന് പറയുന്ന വേറെ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഉണ്ട്. അതും KCB തന്നെയാണ് സപ്ലൈ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ. അതിന് ഏർക്കുറെ ഇതേ ചാർജ് തന്നെയാണ്. അവിടെ വലിയ വണ്ടികളും ചാർജ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ പേര് ബാബു. ഞാൻ താമസിക്കുന്ന പാലക്കാട് ഒറ്റപ്പാലത്താണ്. ഞാൻ എക്സ് ആർമിയാണ്. 30 വർഷം സർവീസ് കഴിഞ്ഞ് റിട്ടയറായ ആളാണ്. അതിനുശേഷം ഇപ്പോൾ ഡയറക്ട് മാർക്കറ്റിംഗ് ബിസിനസ്സിലേക്ക് തിരിഞ്ഞ് ഒരു 4 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആയുർവേദ ഫുഡ് സപ്ലിമെൻറ്റ് പ്രൊഡക്റ്റുകളുടെ ബിസിനസ്സാണ്. ഓക്കെ, വളരെ സന്തോഷം. കണ്ണമ്പ്ര വാർത്തകൾ എന്ന് പറയുന്നത് ഓൺലൈൻ മീഡിയയാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആളുകൾക്കൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യം എടുത്തു കൊടുക്കുന്നൊരു ചാനലാണ്. അതുകൊണ്ടാണ് നമ്മളിത് കണ്ടപ്പോൾ ഒരു ഉപഭോക്താവിനെ വെച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് ഇത് കുറച്ചുകൂടി കംഫർട്ടാവും, ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്യാം. എന്തായാലും കണ്ണമ്പ്രക്കാർക്ക് ഇത് വളരെ പ്രയോജനപ്പെടട്ടെ. കണ്ണമ്പ്രക്കാർക്ക് മാത്രമല്ല, അതായത് ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിക്കുന്ന എല്ലാ ആളുകൾക്കും ഇത് പ്രയോജനപ്പെടുത്താൻ അറിഞ്ഞിരിക്കട്ടെ എന്ന് ഉറപ്പായിട്ടും ഇത് നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയാണ്. എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന നിലയ്ക്ക് എല്ലാവരിലേക്കും സമർപ്പിക്കുന്നു. വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ. എല്ലാവർക്കും ഒരു നല്ല വരട്ടെ. താങ്ക് യു.